റെയിൽവേ ട്രാക്കിനരികിൽ അവൾ ചിന്നിച്ചിതറിക്കിടന്നു. അത് മാത്രമാണ് സത്യം. പിന്നെ ഹെഡ്ഫോൺ വെച്ച് പാട്ട് കേട്ടിട്ടാണ് പാഞ്ഞു വന്ന ട്രെയിനിന്റെ ഒച്ച കേൾക്കാത്തതെന്നും ദുരന്തത്തിന് കാരണമായതെന്നും പറയുന്നു. ഗാർഗി ദേവിക്ക് സംഭവിച്ചതെന്ത്? ഈ അപകടത്തിൽ എന്തോ ദുരൂഹത ഉള്ള പോലെ. അത് സിംഹക്കൂട്ടിൽ കണ്ണുകെട്ടി കളിച്ചു എന്ന് പറയുന്ന ഒരു ലാഘവം. ട്രാക്കിനരികിലൂടെ അവൾ പാട്ടുകേട്ട് നടന്നതാണ് എന്ന് മെമു എക്സ്പ്രസ് വരുന്നത് അത്ര നിശബ്ദമാണോ? അതോ ട്രാക്കിൽ നിൽക്കുമ്പോൾ ഒരു ഉരുൾപൊട്ടുന്ന അത്രയും കാതടപ്പിക്കുന്ന ഒച്ചപ്പാടോടെയാണോ? നാട്ടുകാർ ചോദിക്കുന്നു. ആ സൗണ്ടിനെ മറയ്ക്കുന്ന ഏത് ഹെഡ്ഫോൺ ആണ് അവൾ വച്ച് പാട്ട് കേട്ടതും അതുവഴി നടന്നതും? അല്ലെങ്കിൽ തന്നെ റെയിൽവേ ട്രാക്ക് ആണിതെന്നും അവിടെ പാട്ട് കേട്ട് നടക്കാൻ പാടില്ല എന്നും അത് അപകടകരമാണെന്നും അവൾക്ക് അറിയാത്തതാണോ? ഒരു 19കാരിക്ക് ഗാർഗി നടന്നുപോയി മറഞ്ഞ ആ വഴിക്കും പുൽനാമ്പിനും മണൽത്തരിക്കും വരെ അവിശ്വസനീയമായ ഒരു കഥ. കൊല്ലത്താണ് ഈ സംഭവം. വാർത്ത ഇങ്ങനെ: കൊല്ലം കരുനാഗപ്പള്ളിയിൽ റെയിൽവേ ട്രാക്കിലൂടെ നടക്കുകയായിരുന്ന വിദ്യാർത്ഥിനി ട്രെയിൻ തട്ടി മരിച്ചിരിക്കുന്നു. കൊല്ലം സ്വദേശിനി ഗാർഗിയാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. കണ്ടിട്ടുണ്ടോ ട്രെയിൻ തട്ടി മരണങ്ങൾ? തലയിൽ പിന്നെ നോക്കാൻ കഴിയില്ല. എല്ലാ ട്രെയിൻ തട്ടി മരണങ്ങളും ഭീകരമായ കാഴ്ചകളാകുന്നു ഓർമ്മകളിൽ. ഇന്ന് രാവിലെ 9 മണിയോടെ മെമു ട്രെയിൻ കടന്നു പോകുമ്പോൾ ഒരു കൂട്ട നിലവിളി. ആൾക്കാർ ഓടിക്കൂടി. കണ്ടവർ ഞെട്ടിത്തെറിച്ചു. ചിലർ അവളെ വാരിക്കോരിയെടുത്തു ആംബുലൻസിലേറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ നോക്കി. ചെറുതായി പിടഞ്ഞു അവൾ ചലനമറ്റു. ഇനി ഗാർഗിയില്ല. 19 വയസ്സുവരെ നിന്നെ വളർത്തിയവർക്ക് ഈ അശ്രദ്ധ പറ്റിയില്ല മോളെ. നിന്റെ തുമ്മൽ പനിക്കും ജലദോഷത്തിനും വരെ പാതിരാത്രിയിലും മരുന്നിനായി ഓടിയ മാതാപിതാക്കൾക്ക് നിന്നിൽ അശ്രദ്ധ തീരെ പറ്റിയില്ല. നിന്റെ ശൈശവവും നിന്റെ ബാല്യവും കൗമാരത്തിന്റെ തുടക്കം വരെയും ആ കരങ്ങളിൽ നിന്ന് ഈ കാണുന്ന ദുരന്തം നിനക്കുണ്ടായതേയില്ല. കൗമാരം കടന്നു. നിന്നിലും നിന്റെ ചുറ്റിലും നീ തനിച്ച് നടന്നു നീങ്ങുന്ന വഴിയോരങ്ങളിൽ പിന്നെ നിനക്ക് പരിചിതമായി ഒന്നൊന്നായി എണ്ണി പറയുന്ന ചതികൾ. നീ കണ്ടതും നീ കൊണ്ടതും. നീ ഒരാളല്ല ഗാർഗി മോളെ. കൊട്ടാരക്കര മരുതിമലയുടെ മുകളിൽ നിന്ന് ഇന്നും എന്തിന് ചാടി എന്നതിന് ഉത്തരം തരാത്ത 2 കുട്ടികൾ. വീട് വിട്ടിറങ്ങി തിരിച്ചെത്താൻ പറ്റാത്തവർ. കാടും മേടും ഉത്തുംഗ പാറകളും കടൽ തീരവും ഇരുൾമൂടിയ ഇടവഴികളും മാടി വിളിക്കുന്ന കൂട്ടുകാരും. നിങ്ങൾ ചരിച്ചും സഞ്ചരിച്ചും പോയി തെറ്റിമായുന്ന വഴികളിൽ ചിതറിത്തെറിക്കുന്ന രക്തക്കറകളിൽ ജീവൻ ബാക്കി ഹോമിക്കാൻ മാത്രം അവശേഷിക്കുന്ന മാതാപിതാക്കൾ. പെറ്റ വയറിനും കാത്ത കരങ്ങൾക്കും ആദി പെരുത്ത് തളരുന്ന ജന്മജന്മാന്തരങ്ങളിലെ നോവായി മാറിയ മാതൃത്വവും പിതൃത്വവും. നിങ്ങളല്ല, ഈ പാപം മാതാപിതാക്കളാണ് മക്കളെ ശപിക്കപ്പെട്ട പാഴ്ജന്മങ്ങൾ. പട്ടിണിയിലും കരഞ്ഞു തീർക്കുന്ന കണ്ണീരിന് കാൽക്കാശിന് വിലയില്ലാത്തവർ, പാപികൾ. ഓരോ വാർത്തയും ദുഃഖമാണ്. അതിലൊരു സന്ദേശമുണ്ട്. കൈ വളരുന്നു കാൽ വളരുന്നു എന്ന് ദിനമെണ്ണി കാത്തിരുന്നു പോറ്റി വളർത്തുന്ന മാതാപിതാക്കൾ, അവരെ വിട്ട് നിങ്ങൾ തനിച്ചെടുക്കുന്ന വഴികൾ നിങ്ങൾക്ക് പരിചയമില്ലാത്തതാണ്. ഓർത്തിരുന്നാൽ നന്ന്, അല്ലെങ്കിൽ എല്ലാം വിധി പോലെ. ഇനി ഇതുപോലൊരു വാർത്ത പറയാനും കേൾക്കാനും ഇടവരാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം.